അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചൈന തടഞ്ഞു. പുതിയൊരു വിവാദം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ചൈന സന്ദർശനത്തോടനുബന്ധിച്ചാണ് അമേരിക്കൻ സീക്രട്ട് സർവീസ് മേധാവികളെയും ആ സേവനത്തിന് വേണ്ടി എത്തിയ പോലീസുകാരെയും ചൈന തടഞ്ഞത്. അതിന് കാര്യം ചൈന പറയുന്നത്, ആയുധം ധരിച്ച ഉദ്യോഗസ്ഥരെ പ്രസിഡൻഷ്യൽ സംവിധാനത്തോടൊപ്പം, അതായത് പ്രസിഡന്റുമാരോടൊപ്പം പ്രവേശിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ പറയാത്തതാണ്. അതുകൊണ്ട് ആയുധം നിങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നതിനാൽ തങ്ങളത് അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. ഇതോടുകൂടി ഇവിടെ വലിയ വിഷയം ഉണ്ടായി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും തള്ളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. ഒരു ചൈനീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് വിവരം പറയുന്നത്. രാജ്യത്ത് പ്രവേശിച്ചാൽ സുരക്ഷ പിന്നീട് ചൈനയുടേതാണ്. അവിടെ വന്നിട്ട്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് വന്നിട്ട് പുതിയൊരു സുരക്ഷാ സംവിധാനം നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, തങ്ങളത് അനുവദിക്കുകയില്ല. നിങ്ങൾ ആയുധങ്ങൾ ഒഴിവാക്കണം. ഈ രാജ്യസുരക്ഷയുടെ നിയമവ്യവസ്ഥക്ക് അനുകൂലമായിരിക്കുന്ന, അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങുകയും വേണം. 2017 സമാനമായിരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2017 ഈ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് 2026 ഇതേ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ വന്നത് തന്നെ തെറ്റാണ് എന്നുള്ളതാണ് ചൈനയുടെ ഭാഷ്യം. ഷീ ജിൻപിങ്ങുമായിട്ടാണ് ആ ചർച്ച ആദ്യഘട്ടത്തിൽ തന്നെ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. കുറച്ച് വൈകിട്ടാണ് തുടങ്ങിയത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ചൈനയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റിനെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ വേണ്ടി എത്തിയില്ല. അത് എത്താത്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദവും കാര്യങ്ങളൊക്കെ നടന്നു. രണ്ടാം ഘട്ടത്തിലാണ് പിന്നീട് ഈ ഷീ ജിൻപിങ്ങുമായിട്ടുള്ള സംസാരങ്ങളും ചർച്ചാ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങി നോക്കുന്ന സമയത്ത് തന്നെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, അമേരിക്ക യഥാർത്ഥത്തിൽ അവിടെ എത്തിയത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പ്രശ്ന പരിഹാരത്തിനാണ്. അതിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിന് എന്ത് ചെയ്യണം, പരിഹാരം ഉണ്ടാക്കണം. അതിന് അടിയന്തരമായ രീതിയിൽ ചൈന ഇടപെടണം. ചൈന ഇടപെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യകാരണങ്ങളും പരിമിതികളും ഉള്ളത് പറഞ്ഞു. നിങ്ങൾ പ്രശ്നമുണ്ടാക്കിയവരാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഉപരോധം കടൽ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിവാക്കണം. അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നു. ബാക്കി അവരോട് സ്വതന്ത്ര പാതയാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു കപ്പലിനെയും ആക്രമിക്കാത്ത രീതിയിലുള്ള സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ അവരോട് ആവശ്യപ്പെടാമെന്ന് പറഞ്ഞു. എന്നാൽ ആദ്യം അവരത് ചെയ്യട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്നുള്ളിടത്തേക്കായി അമേരിക്കയുടെ പ്രസിഡന്റ്. അത് അനുവദിക്കില്ലെന്ന് ഈ ചൈനയുടെ പ്രസിഡന്റ്. ആ തരത്തിൽ പോയി എവിടെയും എത്താത്ത രീതിയിലും പൂർത്തീകരിക്കാത്ത രീതിയിലുമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് മടങ്ങിയത്. ഇപ്പോൾ പിന്നീട് ഓരോരോ കാര്യങ്ങൾ അവിടെ പ്രവേശിച്ച സമയത്ത് മുതൽ ഇരിപ്പിടത്തിനെ പറ്റിയൊക്കെ ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. കാര്യം, ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇരുന്ന കസേര ഉയരത്തിലും അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുന്ന കസേരയ്ക്ക് കുറച്ച് താഴ്ചയുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ കാലൊന്നും കൃത്യമായ രീതിയിൽ വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളത്. അത് ഇവിടെ വന്നിട്ട് ആളാവണ്ട എന്ന തരത്തിലാണ് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഈ ചൈന ഒരുക്കിയത് എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നീട് നിങ്ങൾ എന്തിനാണോ പോയത്, നിങ്ങൾ പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ, ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൻ്റെ ഫുള്ള് വീഡിയോ കാര്യങ്ങൾ പുറത്ത് വിടണം എന്നുള്ളത്. അതൊരു സീക്രട്ട് സംവിധാനമായതുകൊണ്ട് അങ്ങനെ പുറത്ത് വിടാൻ പറ്റില്ലെന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ പൂർത്തീകരിക്കാത്ത രീതിയിൽ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെട്രോളിയത്തിൻ്റെ, അതായത് കപ്പലിന് പ്രവേശനാനുമതി നിഷേധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്ത്യ പോലും അത് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്രോളിയത്തിനും ഡീസലിനൊക്കെ ഇപ്പോൾ വില കൂടി. അപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി അനുവദിക്കാത്തതാണ്. അത് ഉണ്ടാക്കിയ കക്ഷികൾ ആരാണ്? അമേരിക്കയാണ്. അവരത് ഒഴിവാക്കണം. അപ്പോൾ മുന്നോട്ട് വെക്കപ്പെട്ട ഒരു നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പറയപ്പെട്ട ഒരു കാര്യവും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. തങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്കില്ലെന്ന് അവസാന വട്ടവും ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അവരെടുത്ത് ചർച്ചയ്ക്ക് ഇരുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നതിനല്ല ഉത്തരം പറയുക, അവർ പറയുന്നതല്ല ചോദിക്കുക. അവർ മുന്നോട്ട് വെക്കുന്നത് ഈ കരാർ വ്യവസ്ഥ പ്രകാരം ചർച്ച ചെയ്യാനുള്ള വിഷയമല്ല, മറ്റു വിഷയമാണ്. പിന്നെ അവരുടേതായിരിക്കുന്ന യുദ്ധവും അതുമായി ബന്ധപ്പെട്ട വിജയഗാഥകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് കഥ കേൾക്കുന്ന പോലെ കേൾക്കണം. അതിനൊന്നും താല്പര്യമില്ല. വാക്ക് പാലിക്കുകയില്ല, ചതി ചെയ്യുന്നതാണ്. കരാർ വ്യവസ്ഥ പാലിക്കില്ല. അതിന് തുടർച്ചയായ രീതിയിൽ കരാർ ഉണ്ടാക്കുന്നു, ചതിക്കുന്നു, കരാർ ഉണ്ടാക്കുന്നു, ചതിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ ചെയ്യും. പിന്നെ എന്തിനു ചർച്ച? നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങളുടേതായിരിക്കുന്ന ലേനിലൂടെ മുന്നോട്ട് പോകും. ഹോർമുസ് എന്ന് പറയുന്ന ഒരൊറ്റക്കടൽ ആണവായുധത്തേക്കാൾ ശക്തിയുള്ളതായ രീതിയിൽ പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് പറ്റും. കാര്യം, ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെ, ആണവായുധം
ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പ്രദേശത്തിന് മാത്രമാണ് നാശം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹിരോഷിമയിൽ ആണവായുധം ഇട്ടു, രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക, നാഗസാക്കിയിൽ ഇട്ടു. ആ പ്രദേശത്തുള്ള ജനങ്ങളും അതിൻ്റെ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മറ്റ് ജീവജാലങ്ങളും ബിൽഡിങ്ങുകളും സസ്യങ്ങളും അടക്കമുള്ള പ്രദേശത്തിന് കേടുപാട് സംഭവിച്ചു, അല്ലെങ്കിൽ നാശങ്ങൾ സംഭവിച്ചു, വലിയ മരണം സംഭവിച്ചു. ആദ്യത്തെ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് 1,00,000 മേലെ 1,10,000 ആൾക്കാരൊക്കെ ഒരു സമയത്ത് കൊല്ലപ്പെട്ടു. മറ്റേ സ്ഥലത്ത് നാഗസാക്കിയിലെത്തിയപ്പോൾ 1,25,000 എന്നാണ് പറയപ്പെടുന്നത്. പറയുന്ന വിഷയം 2 പ്രദേശത്തും നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രദേശത്ത് നാശങ്ങൾ ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ് ആ യുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങുന്നത്. എന്നാൽ ഈ ഹോർമുസ് എന്ന് പറയുന്നത് അത് ആ ജപ്പാനെ മാത്രം ബാധിച്ച വിഷയമാണ്. രണ്ടാം ലോക യുദ്ധം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ജപ്പാൻ നേർക്കുനേരെ ഏറ്റുമുട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് സോവിയറ്റ് യൂണിയൻ രണ്ടാം ഘട്ടത്തിൽ യുദ്ധം ജപ്പാനെതിരെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടിയാണ് യുദ്ധം തീർന്നത്. പക്ഷേ ഈ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവസ്ഫോടനം നടത്തിയത് കൊണ്ടാണ് യുദ്ധം തീർന്നത്, അതുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്ന് അവർ പറയുകയും അതവർ പ്രചരിപ്പിക്കുകയും ആ പ്രചരണത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ യുദ്ധം തീരുന്നവിടെയാണ് സോവിയറ്റ് യൂണിയൻ രണ്ടാം ഘട്ടത്തിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞതോടുകൂടിയാണ് കീഴടങ്ങാൻ വേണ്ടിയിട്ട് ജപ്പാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ വിഷയമല്ല അതല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് അതിനേക്കാണ് ഗൗരവമുള്ളതും ലോകത്തെല്ലാ രാജ്യവും അനുഭവിക്കുന്ന തരത്തിലുള്ള ആണവായുധമാണ് ഹോർമുസ് എന്ന് പറയുന്നത്. അത് ഞങ്ങൾ അടച്ചതോട് കൂടിയിട്ട് ലോകം മുഴുവൻ അത് അനുഭവിക്കുന്നു. സാമ്പത്തികപരമായ രീതിയിലും പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാത്ത രാജ്യം ലോകത്തില്ലാത്ത വിധം ഞങ്ങൾ ഹോർമുസ് എന്ന് പറയുന്ന കടലിടുക്കിനെ ഞങ്ങൾ ആണവായുധമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആണവായുധം പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മേഖലയിൽ കുറച്ചുകൂടി സുരക്ഷാ സംവിധാനം കൃത്യമാക്കിയാൽ അതിനനുസരിച്ചുള്ള ഞെരുക്കങ്ങൾ ലോകത്ത് മുഴുവൻ ഉണ്ടാവും. ഇനി ഇസ്രായേലോ അമേരിക്കയോ ആക്രമിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും അവരുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ച് മാത്രമല്ല അവരെ സഹായിക്കുന്ന മേഖല അപ്പാടെ ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പ്രയോഗിക്കാത്ത മാർഗത്തിലൂടെ അതിൻ്റെ ആക്രമണ പ്രവർത്തനങ്ങൾ തുടങ്ങും. മാത്രവുമല്ല അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ നടുവൊടിക്കുന്ന തരത്തിലായിരിക്കും ആ ആക്രമണ രീതികൾ വരിക. അതിൻ്റെ പ്രഹരശേഷിയുടെ കാഠിന്യം താങ്ങാൻ പോലും സാധിക്കുകയില്ല. എപ്പോഴാണ് അതിൻ്റെ നാശങ്ങൾ ഉണ്ടാവുക, ഏത് മേഖലയിലേക്കാണ് അത് ആക്രമണം വരുത്തുക എന്നുള്ളത് ഏത് തരത്തിൽ ആലോചിച്ചാലും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ പ്രതിരോധ സംവിധാന കാര്യങ്ങളൊക്കെ എത്രത്തോളം ബൃഹത്തമാണ് ശക്തമാണ് എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ അറിയുന്ന വ്യക്തികളാണ് ഞങ്ങൾ. അതിനപ്പുറമൊന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല എന്നുള്ള അതിൻ്റെ യാഥാർത്ഥ്യം. ഈ തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇതിനു മുൻപ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകളോട് സംസാരിച്ചു. ചില റിപ്പോർട്ടിനകത്ത് 6 മണിക്കൂർ എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും സംസാരിച്ചു. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു തരത്തിലും റഷ്യ അത് കേട്ടിട്ടേയില്ല. റഷ്യ ആ വിഷയത്തിലൊക്കെ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉക്രൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. നിങ്ങൾ അനാവശ്യമായ രീതിയിൽ ഇടപെടുന്നു, ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈന് വലിയ രീതിയിൽ സഹായങ്ങൾ നൽകുന്നു, ഞങ്ങൾക്ക് നേരെ ആക്രമിക്കാനുള്ള പ്രചോദനം നൽകുന്നു, പ്രതിരോധ സംവിധാനം അവർക്ക് വേണ്ടി അതിനൊന്നും ആവശ്യമില്ല. കാരണം ഇത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. ഉക്രൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, ഞങ്ങളാണത് തീർക്കേണ്ടത്, അതിൽ ഇടപെടുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം. അപ്പോൾ ഇറാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ റഷ്യക്ക് താല്പര്യമില്ല എന്ന് ചുരുക്കം. പിന്നീടാണ് ഗത്യന്തരമില്ലാതെ ചൈനയിലേക്ക് പ്രവേശിച്ചത്. ചൈനയിൽ കിട്ടിയ അനുഭവങ്ങളാണ് ഈ പറയുന്നവരുടെ സൈനികരെ പോലും അങ്ങോട്ട് പ്രവേശിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഈ സീക്രട്ട് സർവീസ് വിഭാഗങ്ങൾ ചൈനയുടെ സൈനിക മേധാവികളുമായിട്ട് സംസാരിച്ചിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വധശിക്ഷ 2 തവണയെങ്കിലും വധിക്കാൻ വേണ്ടിയിട്ട് ആയുധധാരികൾ എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശത്രുക്കൾ ചുറ്റുഭാഗത്തുമുള്ള ഒരു ഭരണാധികാരിയാണ് എന്നതിനാൽ നിങ്ങൾ സഹായിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതിന് മറുപടിയായിട്ട് ചൈനീസിൻ്റെ സൈനിക മേധാവി പറഞ്ഞു എന്ന് പറയുന്നു, നിങ്ങളുടെ പ്രസിഡന്റിന് നേരെ വധശ്രമം നടന്നത് നിങ്ങളുടെ രാജ്യത്താണ്, അതിവിടെ പറയേണ്ട കാര്യമില്ല, അതിൻ്റെ പോരായ്മകൾ നിങ്ങളാണ്, ഞങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. ഈ രാജ്യത്ത് പ്രവേശിക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന നിയമവ്യവസ്ഥ കൃത്യമായിട്ട് രീതിയിൽ പാലിക്കണം. നിങ്ങളുടെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോട്ടോക്കോളും നിയമവ്യവസ്ഥയും നിങ്ങൾക്ക് അതിൻ്റെ കോപ്പികൾ നൽകിയതാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല,
അതല്ലെങ്കിൽ വായിച്ചതിന് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. രണ്ടാണെങ്കിലും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ യാതൊരു കാര്യവും കിട്ടാതെ, യാതൊരു ഗുണവും കിട്ടാത്ത രീതിയിൽ ഈ പ്രയാസത്തോടു കൂടിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്ന് മടങ്ങിയത്. ലക്ഷ്യം സാധൂകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാനെ സഹായിക്കും എന്ന് ചൈന അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് പറയുന്നു. അതങ്ങനെ ഓപ്പണായിട്ട് സഹായിക്കുമെന്നുള്ളതല്ല. ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്, സുഹൃത്ത് ബന്ധമാണ്. അവർക്കൊരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് സഹായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയും കടമയാണ്, ഞങ്ങൾ നിർവഹിക്കും. ഏതുപോലെ ഇസ്രായേലിനെ നിങ്ങൾ സഹായിക്കുന്ന പോലെ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗഹൃദ രാജ്യമാണ്. അതിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന സമയത്തൊക്കെ നിങ്ങൾ പ്രതിരോധം ഉണ്ടാക്കുന്നു, പ്രതികരിക്കുന്നു, സഹായിക്കുന്നു, ആയുധങ്ങൾ നൽകുന്നു, എല്ലാവിധ സംവിധാനങ്ങൾ ചെയ്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. അതേപോലെ തന്നെയാണ് ഞങ്ങളും ഇറാനും തമ്മിലുള്ള ബന്ധം. തീർച്ചയായിട്ടും അവരെ സഹായിക്കും എന്ന് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് വളരെ കൃത്യതയോടുകൂടി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് എന്നും ചൈനീസ് മീഡിയകളടക്കം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.